ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കിയല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിടിലം അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളല്ല കേട്ടോ ഈ കിടിലം അച്ചാറൊന്നും ഉണ്ടാക്കുന്നത്, അതിനായിട്ടൊരാളെ വിളിച്ച് വരുത്തിയതാണ്. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ ഈ ഒരു അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അത് ആരാണ് ആളെന്ന് വെച്ചാൽ നമ്മളെ താത്താണ് കേട്ടോ. ഓളെ കൊണ്ടാണ് ഇന്ന് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഓള് വരുമ്പം കുറച്ച് മാങ്ങ കൊണ്ടുവന്നിന്. അപ്പോൾ ഞാൻ വരുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് അച്ചാർ ഇട്ട് തരണം. അത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മളെ താത്താൻ്റെ അച്ചാർ. അത് നമ്മൾ ഉണ്ടാക്കുന്ന മാതിരി ഒന്നല്ല കേട്ടോ, പെട്ടെന്നൊക്കെ കണ്ട് കഴിയും. പക്ഷേ ടേസ്റ്റിക്ക് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. ഒരു നെല്ലിക്ക ഉപ്പിലിട്ടാലും ഒരു മാങ്ങ ഉപ്പിലിട്ടാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാനൊന്നും അത് അങ്ങനെ ഇട്ടാലൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, പെട്ടെന്ന് കേടും വരും. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ഒരു ചെറിയ കുപ്പി അതിനായിട്ട് തന്നെ വാങ്ങി വെച്ചതാണ്. ഓള് വരുമ്പോഴത്തേന് അച്ചാറിൻ്റെ എല്ലാ സാധനവും വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കുപ്പി എണ്ണ വാങ്ങി ആ എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞത് ഒന്നിച്ച് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതൊക്കെ ഒന്ന് നല്ലോണം വാടി വന്ന ശേഷം ആണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഒന്ന് നല്ലോണം മൂത്ത് വന്ന ശേഷം നമ്മളെ മാങ്ങ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കി മുറിച്ച മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മാങ്ങ ചെറുതാക്കി മുറിക്കണതിൻ്റെ മുന്നേ നമ്മൾ നല്ലോണം മാങ്ങയൊക്കെ കഴുകി നല്ലോണം കോട്ടൺ തുണി കൊണ്ട് തുടച്ച് അതിലൊരു തരി വെള്ളം പോലും ഇല്ലാതെ ആണ് കേട്ടോ നമ്മൾ മുറിച്ചെടുത്തത്. എന്നിട്ട് മുറിച്ച ശേഷം നമ്മൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ നല്ലോണം കുഴച്ച് സെറ്റാക്കി ഒരു ഉച്ച സമയത്ത് നമ്മൾ ചെയ്തതാണ് കേട്ടോ. മുറിച്ച് ഉപ്പൊക്കെ അതിലേക്ക് നല്ലോണം കുഴച്ച് സെറ്റാക്കി വെച്ച ശേഷം രാത്രിയാണ് ഇത് ഉണ്ടാക്കുന്ന അച്ചാർ. ഒരു 10-10:30 സമയമായിട്ടുണ്ടാവും. എന്നിട്ട് ഇതാ നമ്മൾ ഈ മാങ്ങക്ക് നല്ലോണം കുഴച്ച് നല്ലോണം സെറ്റായ ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂണ് മുളകും പൊടി, പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ കടുക്, ഉലുവൊക്കെ ഉണ്ടല്ലോ പൊടിച്ചത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉലുവപ്പൊടിയും കടുവിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കുറച്ചും കൂടെ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം 2 സ്പൂണ് മുളകും പൊടി വേണം നമ്മൾ അച്ചാറിന്. പിന്നെ മാങ്ങ എന്ന് പറഞ്ഞാൽ 1 കിലോനൊക്കെ മാങ്ങ ഉണ്ടാവുള്ളൂ കേട്ടോ, അതിലും കൂടുതലൊന്നും മാങ്ങയില്ല. പിന്നെ നമ്മൾ എത്താത്തട്ടത് അച്ചാറും പൊടിയാണ് കേട്ടോ. മുപ്പത്തിക്ക് എല്ലാം സുമാറാണ് കേട്ടോ, നമ്മളെ മാതിരത്തെ ഒരു കണക്ക് മാതിരി ഒന്നല്ല, അങ്ങോട്ട് ഇടുകയാണ്. അപ്പം ഞാൻ ഇതെന്തിനാ എത്ര കുറേന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും മോളും അങ്ങോട്ട് പറഞ്ഞു പോയിട്ടോ. നിങ്ങൾ ഇന്നങ്ങോട്ട് അച്ചാറുണ്ടാക്കുമ്പോൾ പേടിപ്പിച്ച് അവിടെ ഒരു ഭാഗത്ത് നിന്നോളിന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഓളതെല്ലാം ഒരു കണക്കാണ്, അടിപൊളിയാണ്. നമ്മളൊന്നും ഉണ്ടാക്കുന്ന മാതിരി ചിലപ്പോൾ ഒരിത്തിരി മസാല കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മളെ മസാലയേ ഉണ്ടാവില്ല. ഒരു പ്രത്യേക ഒരു കണക്കാണ് കേട്ടോ. നമ്മളെ മാതിരി 2 സ്പൂണ് കറക്റ്റ് 3 സ്പൂണ് കറക്റ്റ് ഒന്നുമില്ല കേട്ടോ, എല്ലാവരും സുമാറാണ്. പിന്നെ അപ്പം ഒരു രക്ഷയില്ല കേട്ടോ അച്ചാർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പിന്നെ ഇതാ നമ്മൾ ഇട്ട് കൊടുത്തത് ലാസ്റ്റ് ഉലുവൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മളെ സുർക്കാണ് ഇട്ട് കൊടുക്കുന്നത്, ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു അച്ചാർ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ മക്കളെ, നമ്മളെ അച്ചാറും പണി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കുപ്പി, ചെറിയ കുപ്പി സുർക്കണ്ടേന് അതിൻ്റെ പകുതിയാണ് കേട്ടോ പൊഴിച്ച് കൊടുത്തത്. അപ്പം പാകത്ത ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇനി ലേശം കൂടെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരികയാണ് എൻ്റെ താത്ത, ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സുർക്ക ഒഴിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ്.
അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് അധികം സുർക്ക വേണ്ടല്ലോ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ പോരേന്ന് പറഞ്ഞു. തിളച്ച വെള്ളം ആറിയത് ഒഴിച്ച് കൊടുത്താൽ പോരേന്ന് പറഞ്ഞപ്പോൾ ഓള് പറഞ്ഞ് ഈ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അച്ചാറൊക്കെ പെട്ടെന്ന് കേടാവുന്നതെന്ന്. ഞാൻ ലേശമൊക്കെ തിളച്ചാറിയ വെള്ളം ഒഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പാകത്തെ ലൂസാണ്. അപ്പോൾ ഓള് പറഞ്ഞ് ഇനി ഇത് ടൈറ്റ് ആവുകയാണെങ്കിൽ സുർക്കന്നെ ഒഴിച്ചാൽ മതി, ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ഇതാ നമ്മൾ അച്ചാർ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. അന്നേരം തന്നെ നമ്മളൊരു പിടിയൊക്കെ പിടിച്ചിട്ടാ അന്നേരം തന്നെ അയക്കണതിൽ ഏകദേശം മാങ്ങക്കൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.